ഇലക്ഷനിലെ തിരുവരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? അപ്പൊ നമ്മള് പരിശോധിക്കുക, ചാർട്ടിന്റെ സഹായത്തോടു കൂടി പരിശോധിക്കാണ്. ഇപ്പൊ അത് സ്ഥിരമായിട്ട് UDF ജയിച്ചു വരുന്ന എല്ലാ സാഹചര്യത്തിലും ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് തിരുവങ്ങാടി. പിന്നെ പുനർനിർണയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നടന്നാല് ഇവിടെ നടന്നു. ചരിത്രത്തില് AK ആന്റണി മത്സരിച്ചു. ഒരു ക്രിസ്ത്യൻ പള്ളി പോലും അന്നില്ലാത്തൊരു നാട്ടില് ഒരു ക്രിസ്ത്യാനി ജയിച്ചു എന്ന് പറഞ്ഞ ഇപ്പോഴും UDF അല്ലെങ്കിൽ ലീഗ് അതിന്റെ ഒരു മേനി പറഞ്ഞ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. എല്ലാവർക്കും അറിയാം. എല്ലാ അവകാശം വെച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തില്. അപ്പൊ ഏതായാലും 2016 കാര്യം നോക്കുമ്പോൾ 6043 വോട്ടാണ് UDFന്റെ ലീഡ്. അന്ന് 2016 PDP, SDPI, വെൽഫെയർ പാർട്ടി ഇവരെല്ലാരും കൂടി 5000ന്റെ മേലെ വോട്ട് പിടിച്ചു. അപ്പൊ ആ ഒരു ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഇടതുപക്ഷം നിരീക്ഷിച്ചിന്. അങ്ങനെ 2021 ഇലക്ഷൻ വന്നു. UDFന് വേണ്ടി PK അബ്ദുറബ്ബിനെ മാറ്റി ലീഗ് KPA മജീദിനെ പരീക്ഷിച്ചു. സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് അവിടെ ശക്തമായിട്ട് എതിർപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു വലിയൊരു അവസരമായിട്ട് ഇടതുപക്ഷം കരുതി. കാരണം ലീഗിന്റെ ഉള്ളിൽ തന്നെ എതിർപ്പുണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യം മിക്കവാറും കിട്ടും. കാരണം ഈ ഒരു കണക്കുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി, SDPI, PDP ഇവരെല്ലാവരും സ്ഥാനാർത്ഥിന് വെച്ചത് പിൻവലിച്ച് ചെയ്തു. അപ്പോൾ ഇത് 100% ജയിക്കുന്നു അവർ ഇതായി. അങ്ങനെ ആദ്യം അജിത് കൊളാടി എന്ന് പറഞ്ഞൊരു CPI നേതാവിനെയാണ് വെച്ചിട്ടുണ്ട്. പക്ഷെ അവര് പെട്ടെന്ന് ആളെ മാറ്റി നിയാസ് പുളിക്കലത്തിനെ തന്നെ വെച്ചു. അപ്പൊ ഒരു സാധ്യത ഇങ്ങനെ മുന്നിൽ കണ്ടു. പക്ഷെ അവിടെ ഉണ്ടായ വിഷയം എന്താ വെച്ചാല്, ഇലക്ഷൻ അടുത്തപ്പോ ലീഗുകാർ അവരെ തനി സ്വഭാവം കാണിച്ചു. അതെന്താ വെച്ചാല്, തോൽക്കുന്നു തോന്നിയാല് അവർ തോൽക്കുന്നു തോന്നിപ്പിക്കാത്താണ് നല്ലതെന്ന് ഞാൻ എതിരാളികളോട് എപ്പോഴും പറയും. ലീഗ് തോൽക്കുന്നു അവരെ തോന്നിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടായുള്ള സംബന്ധിച്ചാൽ അവര് ഒന്ന് ഉയർത്തി എഴുന്നേൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇടത് ഭയങ്കര അനുകൂലമായിട്ട് തരംഗം ഉണ്ടായിട്ടും നിയാസ് പുളിക്കലകത്ത് പറഞ്ഞ ആ നാട്ടുകാരനായിട്ട് പോലും കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായത് 9578 വോട്ടിന് ജയിച്ചു. ലീഗ് ജയിച്ചു. പാർലമെന്റ് ഇലക്ഷനിൽ വലിയ വോട്ട് ഇതായി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രത്യേകത എന്താ വെച്ചാല്, ഉറച്ച കോൺഗ്രസ്സുകാരല്ലാത്ത കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ മുഴുവൻ വോട്ടും, പിന്നെ ഈ BJPക്ക് കിട്ടിയ വോട്ടല്ലാത്ത വളരെ അപൂർവം കോൺഗ്രസ്സുകാർ ആയ അല്ലെങ്കിൽ പിന്നെ ദളിത് ലീഗായ അപൂർവം ഹിന്ദുക്കളുടെ വോട്ട് ഒഴികെ മുഴുവൻ ബാക്കിയുള്ള എല്ലാ വോട്ടും ഇടതുപക്ഷത്തേക്കാണ് പോൾ ചെയ്തത്. പക്ഷെ എന്നിട്ടും അവിടെ ലീഗ് ജയിച്ചു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവിടെ ലീഗിന് അതിശക്തമായിട്ട് വേരുള്ള ഒരു മണ്ഡലമാണ് തിരുവങ്ങാടി. പിന്നെ അവിടെ ഈ പ്രാവശ്യം പലരും കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രാദേശികമായിട്ട് ജനസീകരയായ ലീഗ് നേതാക്കളാണ് നാട്ടുകാർ മോഹിക്കുന്നത്. എല്ലാവർക്കും മോഹിക്കുക. നമ്മളൊക്കെ സ്ഥിരം ഓരോ വീടുകളിലും നാട്ടിലും ഒക്കെ കച്ചവടത്തിന് ഇറങ്ങുന്ന ആളാണ്. അത് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് പറയുന്നത്, വെറുതെ വളവള പറയല്ല. അപ്പോ CH മഹമ്മൂദാജി, MK ബാവ അങ്ങനെ പ്രാദേശികമായിട്ട് താല്പര്യമുള്ള ലീഗ് നേതാക്കൾ, ജനകീയതയുള്ള ലീഗ് നേതാക്കളാണ് മോഹിക്കേണ്ടത്. എന്നാലും PMA സലാമ്, അതുപോലെ ഏതെങ്കിലും ഒരു വനിതാ ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് ലീഗിന്റെ ഉള്ളില് കേൾക്കുന്ന പേരുകള്. എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. ഇടതുപക്ഷത്തിന് വേണ്ടി നിയാസ് തന്നെ മത്സരിക്കോ ഇനിയും കായ് കളയാൻ അദ്ദേഹം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കായ് പോയെങ്കിലും അത് തിരിച്ചു കിട്ടിയ വെച്ചാൽ അദ്ദേഹത്തിന് അത്യാവശ്യം സ്ഥാനങ്ങളൊക്കെ കിട്ടി, അത്യാവശ്യം അറിയപ്പെട്ടു, ബോർഡ് സ്ഥാപനങ്ങളിലൊക്കെ കിട്ടിയിരുന്നു. ഇനിയും ഒരു ഭരണ മാറ്റം പൊതുവെ ഒരു സൂചന എന്നല്ല, നല്ലൊരു സാധ്യത കാണുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇനിയും പണം ചെലവഴിക്കാൻ തയ്യാറാകോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അറിയാം, തിരുവങ്ങാടിയിലൊക്കെ ഒരു പണക്കാരനല്ലാതെ ഏകദേശം പരീക്ഷിക്കുമെന്നും സംശയമാണ്. പിന്നെ അജിത് കൊളാടിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ, അതുപോലെ ഇനി ഏതെങ്കിലും മറ്റൊരു പണക്കാരനെ അതാ ഇനി ഒരിക്കലും കിട്ടൂല എന്നുള്ളവർക്ക് ആരെങ്കിലും ഒരു വനിതാ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ ഇത്ര വനിത എന്നിട്ടൊന്ന് എണ്ണം കൂട്ടാനും വേണ്ടി അങ്ങനെ ഉണ്ടോ ഒന്നും പറയാൻ വയ്യ. ഏതായാലും നിലവിലെ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോ PDP, SDPI ഇവരൊക്കെ ഒറ്റക്ക് നിൽക്കോ? കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ടില്ല. 2016 ഒന്നും പറയാൻ വയ്യ. കാര്യങ്ങളൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. ഏതായാലും ഇതിന്റെ പ്രയോജനം പറയാ, ഇവിടെ തല കുത്തി പറഞ്ഞാലും മുള്ളു തൊട്ട് മൂർക്കം പാമ്പ് വരെ ഒരുമിച്ച് നിന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ലീഗിനെ തോൽപ്പിക്കാനില്ല. ലീഗിന്റെ ഉള്ളിൽ അതിശക്തമായ ഭിന്നതയും പാരവെപ്പും ഉണ്ടായാലല്ലാതെ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ ചാൻസും കമ്മിയാണ് അവിടെയൊക്കെ, പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ.
ഒരു നിലക്കും തിരുവങ്ങാടി പോലുള്ള സ്ഥലത്ത് ജയിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.